ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ എത്ര പേര് കൃത്യമായി മരിച്ചു എന്നുള്ളതിന് ഇതുവരെ ഒരു കണക്ക് വന്നിട്ടില്ല. ആ പ്രദേശവാസികളും ഹോസ്റ്റലിലുണ്ടായിരുന്നവരടക്കം എത്ര പേര് മരിച്ചെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഇനി വരും മണിക്കൂറുകൾ അറിയുമായിരിക്കും. പക്ഷെ അതിൽ രക്ഷപ്പെട്ട ഒരാളുണ്ട്, വിശ്വാസ് കുമാർ രമേശ്. അൺറിയൽ, അൺബിലീവബിൾ അല്ലേ? അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ, എന്താ പേരിട്ട് പറയാൻ സത്യത്തിൽ അറിയില്ല. കാരണം നമ്മൾ ആ അപകടത്തിലെ ദൃശ്യം കണ്ടതാണ് അല്ലേ? ടേക്ക് ഓഫ് ചെയ്ത് 32 സെക്കൻഡിൽ പ്ലെയിൻ നിലം പതിച്ച് ഒരു തീഗോളമായി മാറി. ആ ദൃശ്യം കണ്ട ആർക്കും അറിയാം, ഏതായാലും വിമാനത്തിൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഈ വിശ്വാസ് കുമാർ രമേശ് രക്ഷപ്പെട്ടു. ഏതായാലും അദ്ദേഹമായിട്ട് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഈ നിലം പതിച്ച സമയത്ത് അദ്ദേഹം പുറത്തേക്ക് തെറിച്ചു പോയി. അതായത് ബ്ലാസ്റ്റ് ഏരിയനേക്കാളും ദൂരത്തിൽ അദ്ദേഹം തെറിച്ചു പോയിട്ടുണ്ട്. വിമാനം തകരാനുള്ള എക്സാക്ട് കാരണം എന്താണെന്ന് എപ്പോഴും അറിയില്ല. വിദഗ്ധരെല്ലാം പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടതും എങ്ങനെയാണെന്ന് ഒരു അൺബിലീവബിളാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ വരെ ഒരു പൊട്ടൽ പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായി. നാടിനെ നടുക്കിയ, ലോകത്തെ തന്നെ നടുക്കിയ ഈ വിമാന ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും എൻ്റെ ആദരാഞ്ജലികൾ.